മുമ്പേ ഞങ്ങൾ എവിടെയോ ടൂർ അത് ഇതൊക്കെ പോയ ടീമാണ് ഞങ്ങൾ മാത്രം. അന്ന് ഗ്രൂപ്പൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങളൊരു പോക്കാണ്, ഞങ്ങളൊരു തീരുമാനിക്കൽ, ഞങ്ങളൊരു പോക്ക്, അങ്ങനെയുള്ള ഒരു ഫാമിലിയാണ്. ഒരുപാട് വർഷമായിട്ട്, അതായത് ഫാമിലി, സാഗറിന്റെ ഫാമിലി വന്നത് തൊട്ടുള്ള പരിചയമാണ് ഞാനും സാഗറുമായിട്ട്. അതിൽ മാറ്റമൊന്നുമില്ല, ഇപ്പോഴും അങ്ങനെ തന്നെ. പിന്നെ അന്ന് ഫസ്റ്റിൽ എനിക്ക് വിചാരിച്ചിട്ടില്ല ഈ സിനി പാട്ട് പാടുന്ന ആളാണെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പിന്നെ പാട്ട് പാടുന്ന മാത്രമല്ല, സിനി ആരോടും വർത്തമാനം പറയലില്ല, ആരോടും മിണ്ടലില്ലല്ലോ. എനിക്കൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു സിനിയുടെ സൗണ്ട് കേൾക്കാൻ. കാരണം ഇപ്പൊ നല്ല ഉഷാറായിട്ട് പാട്ടൊക്കെ പാടുന്നുണ്ട്. ഇപ്പൊ ഇഷൽ കലാവേദിയായിട്ട് നല്ലൊരു എന്താ പറയാ, ഇഷലിന്റെ നല്ലൊരു സഹകരണമുള്ള ഒരു ഫാമിലിയാണ് ഇപ്പോൾ സാഗറിന്റെ ഫാമിലി. നമ്മുടെ ഈ പരിപാടി അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രസിഡന്റ് ഇബ്രാഹിം ഇരിങ്ങലിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ അബ്ദുൽ മജീദ് അന സാഹബ്. അപ്പോൾ ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഇഷൽ കമ്മിറ്റിയുടെ പേരിലും എൻ്റെ പേരിലും ഹാർദവമായി ഞാൻ സ്വാഗതം ചെയ്യുന്നു. അധ്യക്ഷം വഹിക്കാൻ വേണ്ടി നമ്മളെ പ്രസിഡന്റ് ഇബ്രാഹിം ഇരിങ്ങലിനെ ക്ഷണിച്ചോളൂ. അതുപോലെ നമ്മുടെ സെക്രട്ടറി ഇബ്രാഹിം കണ്ണൂർ, നമ്മുടെ ഇഷലിൻ്റെ ട്രഷറർ റഫീഖ്, അതുപോലെ നമ്മുടെ ചെയർമാൻ ബഷീർ തിരൂർ, മറ്റ് സഹപ്രവർത്തകരെ, നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിട്ടുള്ളത് ഇഷലിൻ്റെ സ്വന്തം ഗായിക സിനി സാഗറിന് ഒരു യാത്രയായിട്ട് കൊടുക്കേണ്ട ഉദ്ദേശമാണ്. കൂടിയവര് നല്ല രീതിയിൽ സിനിക്ക് ഒരു യാത്രയായിട്ട് കൊടുക്കുക, അതാണ് നമ്മുടെ കർത്തവ്യം. ഏതായിരുന്നാലും സിനി ഏകദേശം ഉപരിപഠനാർത്ഥം നാട്ടിലേക്ക് തിരിക്കുകയുണ്ടായി. സത്യത്തിൽ അവര് പോകുന്നത് ഇഷലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു തീരാ നഷ്ടം തന്നെയാണ്. എന്നിരുന്നാലും അവർ എന്നും നിലനിൽക്കും. പഠിക്കാൻ പോകുന്നേ ഉള്ളൂ, പക്ഷെ പഠിച്ചാലും പഠിപ്പ്, നമ്മുടെ പാട്ടായ പഠിപ്പ് ഒരിക്കലും മറക്കരുത്, അതിനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. സിനി പോയിട്ടില്ല, സിനിക്ക് പോകാൻ കഴിയില്ല, ഒരിക്കലും സിനിക്ക് പോകാൻ കഴിയില്ല. ഏതായാലും സിനിയുടെ കുടുംബത്തിന്റെയും ആഗ്രഹങ്ങൾ എല്ലാം സഫലമാക്കി തരട്ടെ. അല്ലാഹുവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. സിനിക്ക് സങ്കടം വന്നുകൊണ്ടിരിക്കണ്ട്, എപ്പോഴാണ് സിനി കയറിയെന്ന് പറയാൻ പറ്റില്ല. ഇന്നലെ പോലെ സിനിന്റെ മുഖത്ത് നോക്കിയാൽ നമുക്ക് മാനസികമായിട്ടൊരു വിഷമം വരുന്നുണ്ട്. ഇല്ലാക്കട്ടെ, സിനിന്റെ കുടുംബത്തിന്റെയും ആഗ്രഹം എല്ലാം സഫലമാകട്ടെ എന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടും കലാവേദിയുടെ ഈ സായാഹ്നം ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ പ്രസിഡന്റ് ഇബ്രാഹിം സാഹിബ്, നമ്മുടെ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ചെയർമാൻ ബഷീർ സാബ്, നമുക്ക് സ്വാഗതം അരുളിയ നമ്മുടെ ജനറൽ സെക്രട്ടറി ഇബ്രാഹിം കണ്ണൂർ സാബ്, അതുപോലെ നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന നമ്മുടെ പ്രിയങ്കരനായ ഖജാൻജി മിസ്റ്റർ റഫീഖ് കൊണ്ടോട്ടി സാഹബ്, എൻ്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ഫസൽ ഭായ്, നമ്മുടെ അഡ്വൈസറി മെമ്പർ മിസ്റ്റർ ജമാൽ സാബ്, നമ്മുടെ പ്രിയ ഗായകൻ മാത്രമല്ല നമ്മുടെ എല്ലാ പരിപാടിയിലും എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്ത് ഭംഗിയായി നമുക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുന്ന നമ്മുടെ പ്രിയങ്കരനായ, നമ്മുടെ പല കാര്യങ്ങളിലും വഴികാട്ടിയായി നമ്മളോടൊപ്പമുള്ള നമ്മുടെ പ്രിയങ്കരനായ ഷാനി സാബ്, അതുപോലെ ഒരു ഭടനായി വർത്തിച്ചുകൊണ്ട് ഏത് ഘട്ടത്തിലും നമ്മോടൊപ്പം മുന്നിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഗഫൂർജി, നമ്മുടെ സെക്രട്ടറി പിൻബെഞ്ചിലാണ് പൊതുവെ സ്ഥാനം ഉറപ്പിക്കാറുള്ളത്, നമ്മുടെ പ്രിയപ്പെട്ട ഷാജഹാൻ സാബ്,
അതുപോലെ നമ്മുടെ ബാക്കി സുൽഫിക്കർ സാർ, നമ്മുടെ യുവ തുർക്കി മിസ്റ്റർ അൻസിഫ്, അതുപോലെ പലരും, ഞാൻ ആരും പേര്, നമ്മുടെ വനിതാ പ്രസിഡന്റ്, കരുത്തയായ വനിതാ പ്രസിഡന്റ് നമ്മുടെ ഹസീന, അതുപോലെ ഈ യാത്രയ്ക്ക് കൊടുക്കപ്പെടുന്ന കുട്ടിയുടെ പിതാവ് എന്ന് മാറ്റി നിർത്തി നമുക്ക് എന്നും ആവേശം തരുന്ന പ്രിയപ്പെട്ട നമ്മുടെ സാഗർഭായ്, അഷ്റഫ് സാർ, നമ്മുടെ ഖദീജ താത്ത തുടങ്ങി എല്ലാവരും താത്താന്ന് വിളിക്കുമ്പോൾ വശം പേരിക്കേണ്ട, എന്നെക്കാളും കുറഞ്ഞ എന്നാണ്, എല്ലാവരും ചേച്ചി വിളിക്കേണ്ടതാണ്. അതുപോലെ ഞാൻ പേര് പറയാൻ പറ്റും എല്ലാവരും. നമുക്ക് യഥാർത്ഥത്തില് ഇപ്പൊ എനിക്കും സംശയമില്ല സിനി പോകണ്ടോ പോയോ എന്നുള്ളത്. കാരണം സ്വാഗത പ്രസംഗം പറഞ്ഞാലും പറഞ്ഞു, അധ്യക്ഷനും പറഞ്ഞു, ഉദ്ഘാടകനും പറഞ്ഞു സിനി പോണില്ല, പോയിട്ടില്ല. നമ്മുടെ പ്രിയങ്കയായ സിനിയെ കുറിച്ച് ഇവിടെ പലരും പറഞ്ഞു. ഞാൻ ഇഷ്ടപ്പെടുന്നത് വല്ലാതെ സംസാരമൊന്നുമില്ല, എപ്പോഴും ഒരു മന്ദഹാസം ആ മുഖത്ത്. പാടാൻ കയറിയാലും പാടുമ്പോഴും മുമ്പിലിരിക്കുന്ന പലരെയും നോക്കി നിന്ന് ചിരിച്ചിട്ട് പാടിക്കൊണ്ടിരിക്കുള്ളൂ. ആ ഒരു സന്ദർഭമാണ് നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏതായാലും തുടർപ്പടം നിർബന്ധമാണ്, നാട്ടിൽ പോയേ പറ്റും, ഹോസ്റ്റലിൽ പോയി താമസിച്ചേ പറ്റും. ഹോസ്റ്റലിൽ പോയി താമസിച്ചേ പറ്റുമെന്ന് ഞാൻ ചിരിക്കാൻ കാരണം എന്താ പറഞ്ഞാൽ, എൻ്റെ മകന് കഴിഞ്ഞ ആഴ്ച നാട്ടിൽ പോയിട്ടുണ്ട്, ഓനെ ഹോസ്റ്റലിൽ കൊണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ സന്തുഷ്ടനാണ്. ഇടയ്ക്കിടയ്ക്ക് വരെ വിളിച്ചിട്ട് പറയും വന്നിനൊന്ന് കാണണം എന്ന് പറയും. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ്. പക്ഷെ യാതൊരു പ്രശ്നമില്ല. ഹോസ്റ്റലിൽ വളരെ കർക്കശമാണ്, അതേ സമയത്ത് വളരെ ഫ്രീ ആണ്, സന്തോഷമായി ജീവിക്കാൻ. നമുക്ക് പുതിയ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് വീട്ടിൽ പോകാൻ തന്നെ മടി തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടാകും അവിടെ. അതുകൊണ്ട് അതൊന്നും ബേജാറ് വേണ്ട, സന്തോഷമായി ഇവിടെ ഉപ്പിയും ഉമ്മയും ഒക്കെ ബേജാറായിക്കോളും. കാരണം മോളൊക്കെ അവിടെ ഇവർ ഒന്നിച്ച് ജീവിച്ചാലും കുറേ കാലം അതൊക്കെ മാറിക്കോളും. ഇൻഷാ അല്ലാഹ് കൂടുതലായൊന്നും പറയുന്നില്ല. അവർക്കൊരു സുഖകരമായ യാത്ര നേരുകയാണ്. പിന്നെ ഭാവി ജീവിതം ബാസുരമാകട്ടെ. ഇവർ പറഞ്ഞമായി എല്ലാവരും കലക്ടറും മറ്റതൊക്കെയാണ് പറഞ്ഞത്. ഞാൻ സാഗർ സാറിൻ്റെ മോളായതുകൊണ്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്നാണ് പറയുന്നത്. ഒരു വനിതാ മുഖ്യമന്ത്രി ആദ്യമായി നമുക്ക് സമ്മാനിക്കാൻ ഈശ്വരന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വെറുപ്പിക്കുന്നില്ല, നീട്ടുന്നില്ല. എല്ലാവിധ ഭാവങ്ങളോടും കൂടി അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. നമ്മളെ ഇവിടെ എല്ലാ ഫാമിലികളും ഇതിന്റെ പ്രായക്കാരും മൊത്തം പറഞ്ഞമാരി പോയിട്ടുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ യാത്രയപ്പ് നൽകിയ കമ്മിറ്റിയാണിത്. അപ്പൊ വരുന്ന ടൈമില് പുറത്ത് 6 പേരുണ്ടായിരുന്നു സംഘാടകര്. അവര് പറഞ്ഞു എന്താ പ്രോഗ്രാം എന്ന് ഇവിടെ ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞിങ്ങനെ സിനിക്ക് യാത്രയപ്പാണ്. ഇപ്പൊ ഇപ്പൊ കുറെ ഫാമിലി പോയാൽ അത് ഞങ്ങളെയും കൂടെ നഷ്ടമാണ് കേട്ടോ. ഒരു കാലത്ത് ഇഷലിനായിരുന്നു ഞങ്ങൾക്ക് സിംഗേഴ്സിന് ഫാമിലിനെയൊക്കെ കിട്ടിയത്. ഇഷലിന് ഈ ഫാമിലികൾ പോണതൊക്കെ ഞങ്ങൾക്കൊരു ഓഡിയൻസിന് വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. ഏതായാലും സിനിക്ക് എന്തായാലും നാട്ടിൽ പോകേണ്ടതാണ്. തുടർ പഠനത്തിന് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ, ഉന്നത വിജയങ്ങളും കൈവരിക്കട്ടെ. സിനി ഇവിടെ എല്ലാവരും സൂചിപ്പിച്ച പോലെ തന്നെ ഏത് സമയത്തും പുഞ്ചിരിയോടെയുള്ള ഒരു മുഖമാണ്. കൂടുതൽ സംസാരിക്കൂലെങ്കിലും എല്ലാവരും നല്ല രീതിയിലുള്ള പെരുമാറ്റമാണ്. എന്തായാലും നാട്ടിൽ പോയി നല്ല രീതിയിൽ പഠിച്ച് ഇവിടെ എല്ലാവരും പല സ്ഥാനങ്ങളും പറഞ്ഞു. അതിനേക്കാളും വലിയൊരു സ്ഥാനത്ത് തന്നെ എത്തട്ടെ. പിന്നെ എന്താ പറയാ, നമ്മുടെ ഈശ്വര കുടുംബത്തിൽ നിന്ന് സിനിയും കൂടി പോയാൽ ഇനി ആരും ഇല്ല ആ പ്രായക്കാര് പാട്ടുകാരാണ്. ഇനിയിപ്പോ ആരാ, അലി, അൻസിഫ് അങ്ങനത്തെവരൊക്കെ സിനിയെ പോകുന്നതിൽ നല്ല വിഷമമുണ്ട്. പിന്നെ കുട്ടികളൊക്കെ ഇവിടെ നിർത്തിയിട്ട് അവരുടെ ഭാവി നമ്മൾ മുമ്പിലാണ് വെക്കുന്ന ശരിയല്ലോ. ഇതൊക്കെ പോയി നല്ല നിലയിൽ പഠിച്ച് നല്ലൊരു സ്ഥലത്തെത്തട്ടെ. അസ്സലാമു അലൈക്കും. വളരെ നിഷ്കളങ്കമായ നമ്മുടെ സാഗർ സാഹിബിൻ്റെയും സാഗരത്താത്തിൻ്റെയും പുന്നാര മോളായ സിനി സാഗർ നാട്ടിലേക്ക് പോകുമ്പോൾ അവർക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. ഇവിടെ ജനിച്ച കുട്ടിയാണ് സിനി. അതേപോലെ തന്നെ നാട്ടിലെ 6ാം ക്ലാസ് വരെ നാട്ടിലെ വിദ്യാഭ്യാസം കഴിഞ്ഞ് ഇപ്പോൾ 10 വർഷത്തോളമായിട്ട്
ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നാട്ടിലെ ആൽക്കോട് ഷാഫി കോളേജിൽ BBA കോഴ്സിന് ചേർന്ന് നമ്മളിൽ നിന്ന് പോകുമ്പോൾ നമുക്കൊക്കെ ഇശലിന് മധുരമായ ഗാനങ്ങളും മധുരമായ ശബ്ദങ്ങളും നൽകി ഇശലിൻ്റെ കഴിഞ്ഞ രാവുകളെയൊക്കെ സിനി നമ്മളെയൊക്കെ വളരെ സന്തോഷമാക്കിയിട്ടുണ്ട്. അതിൻ്റെ അവർക്ക് കൊടുക്കുന്ന ഒരു സമ്മാനമാണ് നമ്മൾ ഈ രാവിലെ ഇവിടെ ഒത്തുകൂടിയത്. നമ്മളൊക്കെ കുട്ടികളൊക്കെ നാട്ടിലേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടി ഇവിടുത്തെ ഒരു ഭക്ഷണം രീതിയൊക്കെ മാറി ഹോസ്റ്റൽ ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇപ്പോൾ നമ്മൾ സാനൊക്കെ ദിയാനൊക്കെ പോയപ്പോൾ ഫസ്റ്റിലൊക്കെ ഒരു മാസത്തോളം ഭക്ഷണമൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ലെവലായി. കാരണം ജീവിതത്തിൻ്റെ ഓരോ തട്ടുകളിലും നമ്മൾ ഓരോ കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാറുണ്ട്. ഒരു കാര്യവും നമ്മൾ ഇവിടെ കിട്ടുന്ന കാര്യങ്ങളൊന്നും നാട്ടില് അത്ര ഇൻസ്റ്റഡ് ആയിട്ട് പെട്ടെന്ന് അല്ലെങ്കിൽ അത്ര രുചികരമായിട്ട് അത്ര സന്തോഷകരമായിട്ടൊന്നും കിട്ടൂല. ജീവിതത്തിന്റെ ഓരോ പ്രയാസങ്ങളും നമ്മൾ അനുഭവിക്കണം. പ്രയാസങ്ങളുള്ളവർക്ക് മാത്രമേ സന്തോഷം അനുഭവിക്കാൻ കഴിയുള്ളൂ. നമ്മളൊക്കെ ജീവിതത്തിന്റെ ഇവിടെയുള്ള ഫാമിലികളും ഒക്കെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. ജീവിതത്തിൽ ഓരോ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷത്തിന്റെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പൊ മോള് നമ്മളെയൊക്കെ ഇതേപോലെ തന്നെ സുന്ദരമായ പുഞ്ചിരിയുമായി എല്ലാ കാലത്തും നല്ല ഉദ്യോഗവും അതേപോലെ തന്നെ വാപ്പാക്കും ഇമ്മാക്കും ഇഷ്ടപ്പെട്ട പൊന്നാര മോളായിട്ട് നല്ല ഇശലിന്റെ ഒക്കെ യശസ് ഉയർത്തിപ്പിടിച്ച് നല്ല ഒരു ഉദ്യോഗ തലത്തിലും നല്ല ജീവിതത്തിലും എന്നും നല്ല ചിന്തകളുമായി നല്ല പഠനവുമായി എന്നും കാണട്ടെ. സർവശക്തനായ നാഥൻ അനുഗ്രഹിക്കട്ടെ. എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കഴിഞ്ഞ എനിക്ക് തോന്നുന്നത് COT അസീസിന്റെ അന്ന് തുടങ്ങിയ യാത്രയത്തുകൾ ഇന്നത്തോടുകൂടി ഒരു വർഷം ഏകദേശമായി. ഒരുപാട് വ്യക്തിത്വങ്ങളും നമ്മളുമായിട്ട് സഹകരിച്ച് പാട്ട് പാടിയും ഡാൻസ് പഠിച്ചും ഒക്കെ നമ്മളെ സന്തോഷിപ്പിച്ച് എപ്പോഴും ഇശലിനെ ലൈവായിട്ട് നിർത്തിയിരുന്ന ഈ കുട്ടികൾ പോകുമ്പോൾ വളരെയധികം സങ്കടം തന്നെയുണ്ട്. ഒരുപാട് ആളുകൾ പോയി. സിനിയാണ് ഇപ്പോൾ അവസാനമായിട്ട് നമ്മളെ കൂട്ടത്തിൽ നിന്നും പോകുന്നത്. പോവുക എന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാം സങ്കടമുള്ള കാര്യങ്ങളാണ്. പിന്നെ പോയേ പറ്റും. അവരുടെ ഭാവി ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട് തുടർ പഠനത്തിന് വേണ്ടിയിട്ടാണ് അവർ പോകുന്നത്. എൻ്റെ മക്കളും പോകുമ്പോൾ മക്കള് നന്നായി പഠിക്കണം. അവര് ഉന്നത നിലവാരമുള്ള ഉന്നത വിദ്യാഭ്യാസം നേടണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളുടെ ഹൃദയത്തിൽ നിന്നും അവരെ പറിച്ച് നമ്മുടെ നാട്ടിൽ നടുന്നത്. അവരൊരിക്കലും നമ്മൾ ഒഴിവാക്കുകയില്ല. ഇതൊരു നിർബന്ധിതാവസ്ഥയിൽ നമ്മൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് അയക്കുകയാണ്. അപ്പൊ ആ ഒരു ബോധത്തോട് കൂടി കുട്ടികൾ നന്നായി പഠിക്കണം. ശരിയോട് പറയാനുള്ളതാണ്, നന്നായി പഠിക്കണം. പഠിച്ചിട്ട് ഉപ്പക്കും വേണ്ടപ്പെട്ട രൂപത്തിൽ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എല്ലാ നല്ല കാര്യങ്ങളും പഠിച്ച നിർവഹിച്ചു തരട്ടെ. നിങ്ങളുടെ പഠനം നല്ല നിലയിൽ തുടർന്ന് നല്ല ഉന്നത നിലവാരത്തിലെത്തി ഉപ്പാക്കും ഉമ്മാക്കും ഞങ്ങൾ പറയുന്നു, ഉപ്പാക്കും ഉമ്മാക്കും ഇഷ്ടപ്പെട്ടതും സ്നേഹിക്കും ഇഷ്ടപ്പെട്ട ഒരു ജോലിയിലോ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ എത്തിപ്പെടാൻ സർവശക്തനായ അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. കൂടുതലൊന്നും പറയുന്നില്ല. അസ്സലാമു അലൈക്കും. ബഷീർ ഏതായാലും നമ്മൾ ഒരുപാട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു വർഷത്തോളായി യാത്രയെക്കൂടെ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവസാനത്തെ യാത്രയ്ക്ക് ഏതായാലും സിനിൻ്റെതാവട്ടെ. ഈ എല്ലാവരും പറഞ്ഞു ഇവിടെ സിനി പോകുന്നതുകൊണ്ട് സങ്കടം വിഷമം ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല. മക്കള് ഉപരിപഠനത്തിന് വേണ്ടിയിട്ട് നാട്ടിൽ പോകുന്നത് നല്ല കാര്യമല്ലേ. അപ്പൊ നമ്മളത് സന്തോഷിക്കാണ് വേണ്ടത്. അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ. പിന്നെ ബ്രായിക പറഞ്ഞ പോലെ ഡോക്ടറും കളക്ടറും ആയിരിക്കും ഒരു മനുഷ്യനാവാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത് ഇന്നത്തെ കാലത്ത്. ശരിക്കും അതാണ് വേണ്ടത്. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം പറയണമെന്ന് വെച്ചാൽ സെലക്റ്റീവ് ആവുക നാട്ടിൽ പോയവർക്കത്. കാരണം ഇവിടത്തേക്കാൾ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ കിട്ടും. ഇപ്പൊ ഇവിടെ ഈ ഒരു ഇശല് അല്ലെങ്കിൽ 3-4 സംഘടനകളേ ഉള്ളൂ. നാട്ടില് ഒരു കറകളഞ്ഞ മാർക്സിസ്റ്റാന്റെ മാളാണ്.
അല്ല, ഞാൻ തമാശ പറയല്ല. അതേപോലെ തന്നെ സംഘടനാ പ്രവർത്തനത്തിലും മറ്റു കാര്യങ്ങളിലൊക്കെ നാട്ടിലെ പെൺകുട്ടികൾ ഇടപെടണം. അതുപോലെ തന്നെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ സെലക്റ്റീവ് ആവുക. കാരണം നമുക്ക് എന്താണോ നമ്മൾ കൂട്ടുകൂടുന്നത് അതിനെ ഞാനൊക്കെ ഇപ്പൊ എങ്ങനെ അൻഷിപ്പിന്റെ ഒപ്പം കൂടിയിട്ടാണ്. അപ്പോ അതുപോലുള്ള കൂട്ടുകളെ ഒഴിവാക്കിയിട്ട് നല്ല നല്ല കൂട്ടുകെട്ടുകൾ സെലക്ട് ശ്രമിക്കാൻ. ഏതായാലും പോകുന്നതിൽ വിഷമം എന്ന് പറഞ്ഞാൽ നമ്മൾ കൂട്ടുന്ന ഒരാൾ പോവാണ്. ഇബ്രാഹിം പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഫാമിലികളുടെ എണ്ണം കുറഞ്ഞു. അങ്ങനെയുള്ള വിഷമങ്ങളല്ലാണ്ട് അവരവരെ ഭാവി കണ്ടെത്തട്ടെ, അവര് ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കട്ടെ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് തമാശക്ക് പറഞ്ഞതല്ല, നല്ലൊരു സംഘടനാ പ്രവർത്തകൻ, അതായത് ഒരുപാട് സഖാക്കളുണ്ട്, പക്ഷെ ഇങ്ങനെ ഒരു സഖാവ് സത്യം അതൊരു സഖാവ് തന്നെയാണ്. അപ്പൊ അതിന്റെ മകളാവുമ്പോൾ സംഘടനാ തലത്തിലും അതുപോലെ തന്നെ നാട്ടിൽ കിട്ടുന്ന അവസരങ്ങൾക്ക് അവർക്കൊക്കെ കോളേജിൽ ഒരുപാട് അവസരങ്ങൾ വരാൻ കിടക്കല്ലേ. ഇന്റർസോണായിട്ടും അങ്ങനത്തെ ഒരുപാട് കലോത്സവങ്ങൾ വരാൻ എല്ലാത്തിലും പങ്കെടുക്കട്ടെ. കാരണം അവർക്ക് നല്ല ഭാവിയുണ്ട്. നമുക്കറിയാം, നമ്മൾ കണ്ടു വളർന്ന കുട്ടിയാണ്. നമ്മൾ പാട്ടിന് തുടക്കം മുതലേ നമ്മളെ കൂടെ ഒരു കുട്ടി മാഷാ അല്ലാഹ് ഇന്ന് പോകുമ്പോൾ നല്ലൊരു സിംഗറായിട്ടാണ്. ഏതായാലും ഈ മനസ്സിനെ എല്ലാവരും ബോറടിപ്പിക്കുന്നില്ല. ഏതായാലും സിനിന്റെ തുടർ പഠനത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പോ കുട്ടികളുടെ കൂട്ടത്തിലിപ്പോ ലാസ്റ്റത്തെ യാത്ര എപ്പോൾ തന്നെ പ്രതീക്ഷിക്കാം. സിനിമകൾ പോകുമ്പോൾ എന്തായാലും പോയിട്ട് ഉന്നത വിദ്യാഭ്യാസം നേടാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ല ഒരു യാത്രാബന്ധം നടന്നുകൊണ്ട് നടക്കുന്നു. അസ്സലാമു അലൈക്കും. എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഇതിനെ കുറിച്ച് ഇവിടെ പരാമർശിക്കാത്ത ചില പേഴ്സണൽ സംഗതികൾ ഞാൻ പറയാം. ആനയുടെ ചീന കുറെ കാലം മുമ്പ് തന്നെ ഞാൻ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ ഓൾക്ക് ഇന്നെ അറിയില്ല, അത് എനിക്ക് ഓളെ അറിയില്ല. ചീനെ കുറെ കാലം മുമ്പേ കാണൽ തുടങ്ങിയിട്ടുണ്ടെങ്കിലും പേഴ്സണലായിട്ട് അറിയില്ല. ഓക്കെ, വിഷയത്തിൽ വന്നിട്ടും കൂടുതൽ കാലം കമ്പനിയിലായിരുന്നു. സിനിന്റെ പേര് ഷാദിയാണ് എന്നുള്ളത് ഏകദേശം ഒരു മാസമേ ഉണ്ടാവുള്ളൂ. അത് നമ്മുടെ കുട്ടികളൊക്കെ നാട്ടിൽ പോയതിനു ശേഷം, കാരണം അതായത് റീനു ഫൈസലാക്കാൻ്റെ കുട്ടികളൊക്കെ പോയതിനു ശേഷമാണ്. അല്ല, കാരണം ഓള് പിന്നെ ഒറ്റപ്പെട്ടു. പിന്നെ ഓൾക്ക് ഓപ്ഷൻ ഞാനും അനേക തന്നെ ഉള്ളൂ. ഈ ഒരു ലാസ്റ്റ് ഒരു മാസത്തിന്റെ ഇടയിലാണ് ഞങ്ങൾ കൂടുതൽ അറ്റാച്ച് ആയത്. ഇതിലെ മെയിൻ സംഗതി വെച്ചത് ഓള് സിംഗർ ആണെങ്കിലും ഡാൻസർ ആണെങ്കിലും പക്ഷെ ഓള് നല്ലൊരു സിസ്റ്ററാണ്. ഓള് എന്താ പറയാ, അതാ ഞാൻ പറഞ്ഞത് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. ഞാന് അനിൽ സിനി ഞങ്ങളെ റിലേഷൻ ഇപ്പൊ അടുത്ത് വളരെ കുറച്ച് അറ്റാച്ച്മെന്റ് ആയി. ഓളും അനിയുള്ള ബ്രദർ സിസ്റ്റർ റിലേഷൻ ഞാൻ ശരിക്കും അടുത്ത് കണ്ടിറങ്ങിയ വ്യക്തിയാണ്. അനി സത്യത്തിൽ ഭയങ്കര ലക്കിയാണ്. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കും അങ്ങനെ ഒരു സിസ്റ്റർ ഉണ്ടാവാൻ. എനിക്കങ്ങനെ സിസ്റ്റർ ഇല്ല. ഞാൻ അവരെ ബന്ധം അടുത്തടുത്ത വ്യക്തി ആയതുകൊണ്ട് അവര് എന്താ പറയാ അതുപോലെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. അപ്പോ ഇതിൽ എനിക്ക് തോന്നുന്നത് അനിക്കാരം കൂടുതൽ സങ്കടം. നോക്ക ചിരിക്കാണെങ്കിലും കൂടുതൽ സങ്കടം ഉണ്ട്. അതുപോലെ ഞാനും നല്ല അറ്റാച്ച്മെന്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഫ്രണ്ടാണത്, നല്ല ഫ്രണ്ടാണ്. എന്താ പറയാ, നിങ്ങളെല്ലാരും പറഞ്ഞു ഓള് സൈലന്റ് ആണ്. ഓൾക്ക് നല്ലൊരു വൈലന്റ് മനസ്സുണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ക്ലോസ് ആയ ആളുകളോട് ഓള് ഭയങ്കര അറ്റാച്ച് ഉണ്ടാവും. അത് നമുക്കറിയാം. എന്താ പറയാ, പിന്നെ നല്ല സിംഗറാണ്. കഴിയുമെങ്കിൽ പാട്ട് പഠിപ്പിക്കാൻ കഴിയുമെങ്കിൽ നാട്ടിൽ നിന്ന് പഠിപ്പിക്കുക. കാരണം അതിലോർക്ക് ഭാവി ഉണ്ട്. ഉള്ള പടക്കം കൊടുത്ത കഴിവുകൾക്ക് ഓൾറെഡി ഉണ്ട്. പിന്നെ ഡാൻസിന്റെ കാര്യത്തില് അന്നാണ് കൂടുതൽ ആ ഡാൻസ് പ്രാക്ടീസിൽ കൂടുതൽ ചീത്ത കേട്ട ഒരു വ്യക്തി ഒന്ന് സിനിയും ഒന്ന് മജു ആവും. മജുവിന് കൂടുതൽ ഡൗട്ട് ആയിട്ടാണ്. ഇവൾക്ക് ചില സംഗതി വാങ്ങാനില്ല. ഒന്നത്തോളം ഹൈറ്റ് ആണ് അവളെ പ്രശ്നം. പിന്നെ എന്തായാലും ഇൻഷാ അല്ലാഹ് നല്ലൊരു ഭാവി ആശംസിക്കുന്നു. എൻ്റെ ഒരു
എന്താ പറയാ, നല്ല ക്ലോസ് ഫ്രണ്ട്സിൽ എപ്പോഴും സിനി ഉണ്ടാവും. ഓൾ ദി ബെസ്റ്റ്. ആവശ്യാർത്ഥം നാട്ടിലേക്ക് പോകുന്ന സിനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. വ്യക്തിപരമായി ഒരുപാട് അടുപ്പമില്ലെങ്കിലും ഞാൻ കാണുമ്പോഴെല്ലാം നിഷ്കളങ്കമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് സിനിയെ കാണാറുള്ളത്. ഈ പുഞ്ചിരി ജീവിതത്തിലുടനീളം പുലർത്താൻ കഴിയട്ടെ, നിലനിർത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതുപോലെ ജീവിത രീതികളിൽ വിജയം കൈവരിക്കാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ഷെൽഫീന. ഞാൻ നാട്ടിലെ കോഴിക്കോട് രാമനാട്ടുകര ഫറൂഖ് അവിടെ ആണ്. പിന്നെ ഹസ്ബൻഡ് ജുനൈസ് ബാബു, ഇവിടെ GL വർക്ക് ചെയ്യുന്നു. പിന്നെ 2 മക്കളുണ്ട്, ഇഷ ആൻഡ് ആദം. 2 പേരും ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാഹ് സുഖമായിട്ട് പോകുന്നു. ബേസിക്കലി ഞാനൊരു എഞ്ചിനീയർ ആണ്. ദുബായിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സൗദിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോൾ എനിക്കിവിടെ അതിനൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ എഞ്ചിനീയർ ആയിട്ട് വർക്ക് ചെയ്യുന്നില്ല. സോ താങ്ക് യു. കൂടുതൽ പ്രാസംഗിക രീതിയിലല്ല പറയുന്നത്, നാടൻ രീതിയിൽ. കലാവേദിക്ക് നല്ലൊരു സിംഗറെ നഷ്ടപ്പെട്ടു, അതേമാതിരി ഒരു ഡാൻസറെ നഷ്ടപ്പെട്ടു എന്നാണ് എല്ലാവരും പറയുന്നത്. അത് നഷ്ടപ്പെടലല്ല, ഇതൊരു തുടക്കമാണെന്നുള്ളതൊരു അഭിപ്രായമുണ്ട്. നാസാവ് പറഞ്ഞ മാതിരി ഉപരിപഠനത്തിന് പോണോടുന്ന് നല്ല കഴിവുള്ള വ്യക്തി ആയതുകൊണ്ട് അവിടെ നല്ല തിറങ്ങാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. കലാവേദിക്ക് കുറച്ച് നാളുകളായിട്ട് ഇങ്ങനെ തീരാ നഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് നമ്മളെ ജലാദിക്കാളെ ഞാൻ ഈശ്വരകലാതിൽ വന്നതിന് ശേഷം പിന്നെ ജലാദിക്കാളെ മോള്, അതേപോലെ തന്നെ ഇപ്പൊ പൈസലക്കാളെ മക്കള് ഷെദീദ, അങ്ങനെ ഒരുപാട് പേര്. അതുപോലെ തന്നെ ഇപ്പം ലാസ്റ്റ് സിനി. അപ്പൊ നമ്മള് ഒരുപാട് എൻജോയ് ചെയ്ത് ആ ഗാനങ്ങളും അതേപോലെ തന്നെ അവരുടെ ഡാൻസൊക്കെ ഒരുപാട് എൻജോയ് ചെയ്ത് പിന്നെ നമ്മളൊരു ആൽബം ഇറക്കി. ആൽബത്തിൽ എന്നെ നായികയായിട്ട് അഭിനയിച്ചു. ആദ്യം ആൽബത്തിൽ നായകനായിട്ടൊക്കെ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ഓക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ അഭിനയിക്കാന്നൊക്കെ പറഞ്ഞ് വന്നു. അപ്പൊ നോക്കിയ 2 വലിയ മക്കള്, റഫീഖയുടെ മോനെയും പിന്നെ ബാബുട്ടിയുടെ മക്കളെയും കാണിച്ചപ്പോഴത്തേക്ക് ഞാനൊന്ന് ചെറുതായിട്ട് 2 മക്കളാണ് വലുത്. അത് സിനി വന്നിട്ട് സിനി പറയാ 2 മക്കളാ 3 മക്കളായാലും എനിക്ക് പ്രശ്നമില്ല, ഞാൻ അഭിനയിച്ചതാണ്. എന്തായാലും ഒരുവണ്ണത്തിൽ വന്ന സിനി സാറിന് എല്ലാവിധ ഐശ്വര്യങ്ങളും പ്രാധാന്യം ചെയ്തിട്ടുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. സിനി എന്ന് പറഞ്ഞാല് സിനിമ കുറച്ച് നാളുകളായിട്ട് അറിയാം, പക്ഷെ അധികം നവോദയയിലാണ് പെർഫോമർ ആയിട്ട് സാഗർ ഖാനെ കൂടുതൽ കണ്ടിട്ടുള്ളത്, ഒരു ഫാമിലി ആയിട്ടൊക്കെ. പക്ഷെ തായ്ഫില് ബാങ്ക് കൊടുത്തപ്പോ ആദ്യം പോയി ഒതുകൊടുത്ത ആള് നമ്മളെ കമ്മ്യൂണിസ്റ്റ് ആയിട്ടാണ്. അപ്പൊ സിനി പോകുന്നതിന് സങ്കടമുണ്ട്, കാരണം അവളുടെ ഒരു ബാച്ചിൽ ഇപ്പോ ലാസ്റ്റ് അവളുള്ളൂ, അപ്പൊ അവളും പോവാണ്. പക്ഷെ എന്താ പറയാ, സിംഗേഴ്സ് വീണ്ടും വന്നോണ്ടിരിക്കും, അതൊക്കെ വരാനല്ലോ, അതിലൊന്നും എഴുതില്ല, പ്രശ്നമില്ല. പക്ഷെ സിനിനോട് പറയാനുള്ള കാര്യം, നാട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ എപ്പോഴും പെൺകുട്ടികളാണ് കൂടുതലായിട്ട് പഠിക്കേണ്ടത് ഇപ്പോഴത്തെ ഒരു യുഗത്തില്. അപ്പോ ഇനി കൂടുതൽ നമുക്ക് ഫാമിലീസ് കുട്ടികൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണം. അപ്പൊ നമുക്ക് ഒരുപാട് കുട്ടികളൊക്കെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതുപോലുള്ള കഴിവുള്ള സിനി ഡാൻസറാണ്, സിംഗറാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ നമുക്ക് ഇൻഷാല്ലാഹിലേക്ക് കൊണ്ടുവരാൻ എല്ലാവരും ശ്രമിക്കാം. സിനിമ മിസ് ചെയ്യും. അപ്പോ സാഗർഭായിന്റെ ഫാമിലി നമുക്ക് നല്ലൊരു ആർട്ടിസ്റ്റുകളാണ് പോകുന്നത്. തിരിച്ചു വരുമോ സാഗർഭായി? ഞാൻ പോണില്ല, അവള് മാത്രം പോകുള്ളൂ. അവള് നമുക്കും ഈശ്വരകലാതിക്കും ഒക്കെ വലിയൊരു ആർട്ടിസ്റ്റാണ് നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഏതായാലും നല്ലൊരു യാത്രാശംസകൾ നേരുന്നു. ഞങ്ങൾ മീഡിയന്റെ വഴിയും ഒരു നല്ലൊരു ഗിഫ്റ്റ് ചെറുതായിട്ട്. ഓക്കെ. പിന്നെ സിനീന എനിക്ക്
കുറച്ച് പരിചയമുള്ളൂ. 2-3 പരിപാടിയിൽ കണ്ട് പരിപാടി മാത്രമേ അറിയുള്ളൂ. എന്നാലും ഇപ്പൊ ഇവിടെ അതൊരു യാത്രയപ്പാന്ന് പറഞ്ഞപ്പം അതൊരു സങ്കടമുള്ള കാര്യമാണ്. എന്തായാലും അവള് ഉപരിപഠനത്തിൽ പോവല്ലേ, എന്തായാലും അതൊരു നല്ലൊരു ഭാവിക്ക് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ട് എല്ലാവരും സന്തോഷത്തോടെ യാത്രയാക്കാൻ. എന്റെ പേര് റോസിന അശോക് എന്നാണ്. കണ്ണൂരാണ് ഞാൻ എൻ്റെ സ്ഥലം. കണ്ണൂര് പറശ്ശിനിക്കടവ് അടുത്താണ്. പിന്നെ ഇവിടെ പിന്നാക്കൾ സലൂണ്. ഓക്കെ, നമസ്കാരം. ഹൈദർ സ്റ്റഡീസിന്റെ മോളാൻ എനിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഞങ്ങൾ ഈ ഈശ്വരിൽ വന്നതിന് ശേഷം ഒരുപാട് ഫാമിലീസ് എല്ലാം യാത്രയപ്പ് പരിപാടി മാത്രമാണ് ഇപ്പൊ അങ്ങനെ ഇല്ലാതെ ഇരിക്കണമെന്ന് നടത്തുകയാണ്. കാരണം എല്ലാവരും പരിചയപ്പെട്ട് കൂടുതൽ പരിചയപ്പെട്ട് വരുമ്പോൾ ഇപ്പോൾ ലാസ്റ്റ് ഫൈസൽ ഖാന്റെ മക്കൾ പോയി, അതിന് മുന്നേ റഫീഖ് ഖാന്റെ ഫാമിലി, ഇങ്ങനെ ഓരോ ഫാമിലീസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും പരിചയപ്പെടില്ല, അത് എന്റെ പ്രശ്നമാണോ അറിയില്ല. ഏതായാലും സിനിമ ആലോചിക്കുമ്പോൾ ഫസ്റ്റ് തന്നെ വരുള്ള സ്മൈൽ ചെയ്യുന്ന ഫേസാണ്. കാണില്ല. എന്തായാലും പോയി കഷ്ടപ്പെട്ട് അത് എന്നാലും പ്രശ്നമുണ്ട്. പിന്നെ പരിചയപ്പെട്ട് വരുന്ന എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിലൊരു നല്ലൊരു ഫേസിലേക്കാണ് എനിക്ക് പോകുന്നത്. നല്ലോണം മോണിച്ച് കയ്യിൽ കുറിച്ച് നല്ലോണം എൻജോയ് ചെയ്യാം. എനിക്ക് കോളേജ് ലൈഫ് എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും ജീവിതത്തിൽ ഓർക്കുന്ന കാര്യങ്ങളാണ്. നല്ലോണം എൻജോയ് ചെയ്തിട്ട് വരിക, കൂടെ തന്നെ നല്ലോണം പഠിക്കുക, ഗോൾസ് ഒക്കെ അച്ചീവ് ചെയ്യാൻ നോക്കുക. പേര് ലുഫി. നമ്മള് ഹസ്ബൻഡ് ഫറൂഖിലാണ്, എൻ്റെ ഇവിടെ താമരശ്ശേരിയാണ്. ഹസ്ബൻഡ് ഇവിടെ ബിസിനസ് ആണെങ്കിലും രണ്ടില് വർക്ക് ചെയ്യുന്നില്ല. മോള് പേര് നയറ, 2 വയസ്സായി. ഞങ്ങൾ ഇതിലേക്ക് കടന്നു വന്നപ്പോൾ പുതിയ ഫാമിലീസ് കടന്നു വന്നപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞത് തന്നെ ഞങ്ങൾ വരലും ഒരുപാട് പേരുടെ വിടവാങ്ങൽ ഒരുമിച്ചാണ്. ഞങ്ങൾ വന്നത് എല്ലാ പരിപാടിയും ഞങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് അധിക വീട് വിടവാങ്ങൽ ചടങ്ങിലേക്കാണ്. പക്ഷെ ഇനിയും കൂടുതൽ ഫാമിലീസിനെ ഞങ്ങൾക്കായിട്ടും ബാക്കി എല്ലാവർക്കായിട്ടും കൊണ്ടുവരാൻ കഴിഞ്ഞ സിനിനെ ഇപ്പൊ അടുത്താണ് ഞാൻ എന്ത് ചെയ്ത് ശരിക്കും അടുത്തറിയുന്നത്. സിനി പാടുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോൾ ആദ്യം അവളൊരു പുഞ്ചിരിക്കുക. ആ ചിരിയിലൂടെ ആരും സിനിമയെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കും. ഇൻഷാ അല്ലാഹ് അവളുടെ ഉള്ളിലെ ലക്ഷ്യം എന്തായാലും നാട്ടിൽ ചെന്നിട്ട് നന്നായിട്ട് പഠിക്കാനും ആ ലക്ഷ്യത്തിൽ അവളിലേക്ക് എത്തിക്കാനും അതുപോലെ തന്നെ കലാപരമായിട്ടുള്ള രീതിയിൽ അവൾ ഉയരങ്ങളിൽ എത്താനും എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. എന്റെയും എന്റെ കുടുംബത്തിന്റെ പേരും 1000 ആശംസകൾ. എനിക്ക് വേണ്ടി യാത്രയ്ക്ക് നൽകിയ ഈശ്വര കലാവേദിക്ക് വളരെ നന്ദി. ഞാനിപ്പോ ഈശ്വരത്തെ 6 വർഷമായി. ഇപ്പം പ്രവാസമാണ്. നമ്മളിപ്പം വീട് സ്കൂള് അങ്ങനെ പോകേണ്ട ഇതാണ്. ബട്ട് നമ്മുടെ സ്ട്രെസ് എല്ലാം പോകുന്നത് ഈ ഒരു ഈശ്വര പ്രോഗ്രാമിൽ വന്നിട്ടാണ്. പിന്നെ ഈശ്വരിൽ വന്ന് കുറച്ച് ഫ്രണ്ട്സിനെ കിട്ടി. അവരൊക്കെ നാട്ടിലാണ്. അവരുടെ നാട്ടിൽ പോയി ഡാൻസ് ചെയ്യാനായിട്ടുള്ളത്. ഞാൻ പോവാണ്. ഇൻഷാ അല്ലാഹ് ഡിസംബർ 3 ഞാൻ നാട്ടിൽ പോകും. പിന്നെ ഞാൻ BBA BCom പഠിക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ BBAക്കാണ് സീറ്റ് കിട്ടിയത്. BBA പഠിക്കുന്നത്. പറഞ്ഞ വാക്കുകളെ കുറിച്ച് അല്ല മൊത്തത്തില് ടോട്ടലി കല്യാണമില്ല, ഞാൻ ജോലി BBA ആണ്. സോ അങ്ങനെ നല്ല ജോലിയാണ്. പിന്നെ നമ്മള് ബഷീറങ്ങള്, ഫൈസലങ്ങള്, ജലാലങ്ങള്, റഫീഖങ്ങള്,
മോതിരങ്ങള് സുഖങ്ങള് കണ്ണുകൾക്ക് എല്ലാവർക്കും നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിവിടെ ഇത്രയൊക്കെ എത്തിയത് തന്നെ. ഇഷലാണ് പാട്ട് പാടി പാടി ഇതിനെത്തിയത് തന്നെ. അപ്പോ എന്തായാലും മിസ്സാവും. ചിരിക്കുള്ളൂ ചിരിക്കുള്ളൂ കരിയിലുള്ളൂ ചിരിക്കുള്ളൂ. എല്ലാരും ഞാനിപ്പോ എല്ലാവരുടെ കമ്പനി ഇപ്പോഴാണ് വന്നത്. ഈ അടുത്തായിട്ട് ഇപ്പോ നല്ല പേര് പറഞ്ഞോളൂ, പേര് പറഞ്ഞാൽ ഇടങ്ങറാക്കട്ടെ പറഞ്ഞ് അവരോട് പറഞ്ഞില്ല. ഇത് വന്നിട്ട് അഷ്റഫുണ്ട്. കണ്ടോട് നീങ്ങിയൊരു പെൺകുട്ടിയാണ്. നമ്മളോടൊക്കെ പാട്ട് പാടാൻ പറയുമ്പോൾ വേറെ പാട്ടാക്കി തോന്നുമ്പോൾ അതുകൊണ്ടാണ് പാട്ട് പാടിയെന്ന് പറയുന്നത്. പിന്നെ അതേമാതിരി ഇപ്പം നാട്ടിൽ പോയി വന്നപ്പോൾ കുടുംബക്കാരെ കാണുന്നതിലാണ് നമ്മുടെ ഇഷ്ടത്തെ പേരേക്ക് അവിടെയുള്ള ഫാമിലിനെ കാണാനാണ് കൂടുതൽ കഴിക്കുന്നത്. മക്കളായാലും മറ്റുള്ളവരും ഇഷ്ടൻ്റെ അവിടെ ഇവിടുന്ന് പഞ്ചായത്തൊക്കെ വീട്ടിൽ പോകുന്നത് എത്ര ദൂരാണെങ്കിലും അവർക്ക് പോകണം. സാധാരണ അവർക്ക് മാത്രമേ എത്തിപ്പെടാൻ കഴിയുള്ളൂ. പക്ഷെ ദൂരായിരുന്നു. ഏതായാലും നമുക്ക് നല്ലൊരു ഇഷ്ടമുള്ള ഇഷ്ടൻ്റെ എത്തിപ്പെട്ട എല്ലാവർക്കും ഒറ്റ വാർത്തയിൽ നന്ദി പറഞ്ഞു.